അല്ലപ്പാ ഇന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഷവർമ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് കുബൂസ് ഒന്നും ഇനി പുറത്തുനിന്ന് പോയിട്ട് വാങ്ങാൻ നിൽക്കണ്ടേ, നമ്മക്ക് തന്നെ ഉണ്ടാക്കാം. കഴിക്കാൻ എത്ര ആളുണ്ടെന്ന് നോക്കിയിട്ട് വേണേ നിങ്ങൾ കുബൂസ് ഉണ്ടാക്കാനും ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനും. അത് ആദ്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പം എങ്ങനെയാ തുടങ്ങുമല്ലേ. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ ഇളക്കുക. എന്നിട്ട് ടൈറ്റ് ആയിട്ട് മൂടിയിട്ട് ഒരു 20 മിനിറ്റത്തേക്ക് അത് ഇരുന്ന് പുളിച്ചോട്ടെ. ഇനി നമുക്ക് ഫില്ലിങ്ങിന്റെ പണി തുടങ്ങാം. കൈകി വൃത്തിയാക്കിയ 1/4 കിലോ കോഴി ഇറച്ചിയിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയൊപ്പും മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടി അഥവാ മുളക് പൊടി, ചുർക്ക അഥവാ വിനാഗിരിയും ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഫ്രിഡ്ജ് കയറ്റിക്കോ. പോവല്ലപ്പ പണിയുണ്ട്. നമുക്കിതിൻ്റെ ഫില്ലിങ്ങിലേക്കായിട്ട് ക്യാരറ്റും തക്കാളിയും കക്കിരിയും സവാളയും എല്ലാം നേരിയതാക്കി മുറിച്ചിട്ടിട്ട് കുറച്ച് ഉപ്പും ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് നല്ല പോലെ കൈകൊണ്ട് മിക്സ് ആക്കി വെക്കുക. ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം. അതിനായിട്ട് 1/2 കിലോ മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പുളിച്ചു വന്ന ഈസ്റ്റ് ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തോ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവസാനം ഈ പരുവത്തിലായി കിട്ടണം. കുറച്ച് സൂര്യകാന്തി എണ്ണ തടവിയിട്ട് ടൈറ്റാക്കി മൂടിയിട്ട് ഒരു 2 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചേക്ക്. ഈ സമയം കൊണ്ട് നമുക്ക് കോഴി ഇറച്ചീനെ പൊരിച്ചെടുക്കാം. ഡീപ് ഫ്രൈ ആയിട്ടൊന്നും ഇനി പൊരിച്ചുവിടണ്ട, ഒരു ഷാലോ ഫ്രൈ ആയിട്ട് ഇങ്ങ് വറുത്ത് കോരി എടുത്താൽ മതി. പൊതുവേ ഈ ഷവർമയിൽ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കല്. ഈ പൊരിച്ചു വെച്ച ചിക്കൻ പീസിനെ നമുക്ക് കുനുകുനാന്ന് ചെറിയ പീസാക്കി മുറിച്ചു വെക്കാം. ഇനി പരിപാടിയെല്ലാം സിമ്പിൾ അല്ലേ. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കുബൂസും പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുക. കുബൂസിലേക്ക് മയോണൈസ് തേക്കുക, വെജീസ് വെക്കുക, ചിക്കൻ വെക്കുക, ഒരു ലെയർ മയോണൈസ് തേക്കുക, ചുരുട്ടുക, കഴിക്കുക. ഓൾ സെറ്റ്. എപ്പടി സംഭവം പൊളിയല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.